നമസ്കാരം. പുരാതനമായ കാശിയിലെ ശൃംഗാർ ഗൗരി ക്ഷേത്രം വീണ്ടെടുക്കുന്നതിൽ ഹിന്ദു വിഭാഗത്തിന് വൻ വിജയമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയിൽ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ മുസ്ലിം വിഭാഗം നൽകിയ 5 ഹർജികളും അലഹബാദ് ഹൈക്കോടതി ഇന്ന് തള്ളി. അതായത് ഈ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ മസ്ജിദ് പണിതിരിക്കുന്നത് പുരാതനമായ ശൃംഗാർ ഗൗരി ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ്, തകർത്തുകൊണ്ടാണ്, അതിന് മുകളിലാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ആ മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് മസ്ജിദ് അല്ല, ഇത് ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാരാണസി കോടതിയിൽ ഹിന്ദു വിഭാഗം ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി 1992 ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല, അത് ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം വിഭാഗം അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളാണ് ഇന്ന് തള്ളിയിരിക്കുന്നത്. അതായത് ഇത് സൂക്ഷ്മമായ നിയമപരിശോധനയ്ക്ക് അലഹബാദ് ഹൈക്കോടതി വിധേയമാക്കി. അതിനുശേഷമാണ് ഈ ഗ്യാൻവാപ്പി കേസ്, അത് 1992 ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഈ മസ്ജിദ് കമ്മിറ്റിയും നൽകിയ 5 ഹർജികളിലാണ് ഇപ്പോൾ ആ ഹർജികൾ തള്ളിക്കൊണ്ട് ഹൈക്കോടതി തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല, വിചാരണ കോടതിയോട് 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഹിന്ദു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. ഹിന്ദു വിഭാഗം വാരാണസി കോടതിയിൽ, കീഴ്ക്കോടതിയിൽ ഒരു വലിയ നിയമ പോരാട്ടം നടത്തുകയാണ്. ഈ ഹിന്ദുക്കളുടെ ഹർജിയെ തുടർന്ന് വാരാണസി കോടതി ഗ്യാൻവാപ്പി മസ്ജിദിനുള്ളിൽ വീഡിയോ സർവേ നടത്താൻ ഉത്തരവിട്ടിരുന്നതാണ്. ആ വീഡിയോ സർവേയുടെ ഫലവും നമ്മൾ കണ്ടതാണ്. അതിനുള്ളിൽ ശിവലിംഗവും മറ്റ് ഹിന്ദു ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങളും അടക്കം കണ്ടെടുത്തു എന്നാണ് ഈ വീഡിയോ സർവേ റിപ്പോർട്ടിലുള്ളത്. അതിനെ തുടർന്നാണ് പ്രദേശത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടത്. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന അത് തടയാനും മുസ്ലിം വിഭാഗം ശ്രമിച്ചിരുന്നതാണ്. അതും അന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന ഇപ്പോൾ പ്രദേശത്ത് ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച സമയം കൂടി ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കോടതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഈ 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ ഒരുപക്ഷെ വിചാരണ കോടതിക്ക് കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഗ്യാൻവാപ്പി മസ്ജിദ് കേസിൽ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായ ഒരു വിധി തന്നെ കീഴ്ക്കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇതിനെതിരെയുള്ള പല ഘട്ടങ്ങളിലും മുസ്ലിം വിഭാഗം എതിർത്തുകൊണ്ട്, ഈ കേസിനെ എതിർത്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ പോയിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം മുസ്ലിം വിഭാഗത്തിന് തിരിച്ചടിയേറ്റ സ്ഥിതിക്ക് ഹൈക്കോടതിയിൽ നിന്നും മറിച്ചൊരു ഉത്തരവുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ കേസ് സുപ്രീം കോടതിയിലെത്തിയാൽ പോലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട്, ഖനന പര്യവേഷണ തെളിവുകൾ ഇതൊക്കെ നിലനിൽക്കുന്നതിനാൽ അയോധ്യ കേസിന് സമാനമായ ഒരു വിധി തന്നെയാകും കാശിയിലും ഉണ്ടാവുക എന്നുറപ്പാണ്. എന്തായാലും ചരിത്ര പ്രസിദ്ധമായ ഗ്യാൻവാപ്പി കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോടതിയുടെ വിചാരണ പുരോഗമിക്കുന്നു. തെളിവുകൾ കണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം വിഭാഗം നൽകിയ ഹർജികൾ തള്ളുന്നത് ഹിന്ദു വിഭാഗത്തിന് ഈ നിയമ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ഒരു വിജയമാവുകയും ചെയ്യുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.